പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. സാധനങ്ങളുടെ വിലവർധന തടയാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുമായി UAE. വിപണികളിൽ അവശ്യ സാധനങ്ങളുടെ വില സ്ഥിരപ്പെടുത്തുന്നതിനും അന്യായമായ വിലവർധനവിൽ നിന്ന് ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നതിനുമാണ് ലക്ഷ്യം. നാഷണൽ കമ്മോഡിറ്റി പ്രൈസ് കൺട്രോൾ പ്ലാറ്റ്ഫോം അഥവാ ദേശീയ ചരക്ക് വില നിയന്ത്രണ പ്ലാറ്റ്ഫോം എന്ന പുതിയ സംവിധാനമാണ് UAE സാമ്പത്തിക മന്ത്രാലയം ആരംഭിച്ചത്. കൂടുതൽ ശക്തമായ വിപണി മേൽനോട്ടത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് ഇത്തരമൊരു വില നിരീക്ഷണ നിയന്ത്രണ പ്ലാറ്റ്ഫോമുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. സഹകരണ സ്ഥാപനങ്ങൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, പ്രധാന സ്റ്റോറുകൾ എന്നിവയുൾപ്പെടെ രാജ്യത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലുടനീളം നിരീക്ഷണം നടത്താൻ ഈ പ്ലാറ്റ്ഫോം ബന്ധപ്പെട്ട അധികാരികളെ അനുവദിക്കും. അവശ്യ സാധനങ്ങളായ പാചക എണ്ണ, മുട്ട, പാൽ, അരി, പഞ്ചസാര, കോഴി, പയറുവർഗ്ഗങ്ങൾ, റൊട്ടി, ഗോതമ്പ് തുടങ്ങിയ 9 സാധനങ്ങളുടെ വില നിരീക്ഷിക്കാൻ ഇതുവഴി സാധിക്കും. ഈ അവശ്യ വസ്തുക്കളിലെ UAEയുടെ ആഭ്യന്തര വ്യാപാരത്തിന്റെ 90% ഈ പ്ലാറ്റ്ഫോമിന്റെ നിരീക്ഷണ പരിധിയിൽ വരും. വിലയിലെ കൃത്രിമത്വം, അന്യായമായ വിലവർധനവ്, വ്യാപാരികളുടെയോ വിതരണക്കാരുടെയോ വിപണി ചൂഷണം എന്നിവ തടയാൻ ഇതിലൂടെ സാധിക്കും. വിലകൾ നിരീക്ഷിക്കുന്നതിനൊപ്പം നിയമം പാലിക്കാത്ത ചില്ലറ വിൽപ്പനശാലകൾ കൃത്യമായി കണ്ടെത്തുന്നതിനും അവയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനും പുതിയ പ്ലാറ്റ്ഫോം സഹായകമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മസ്കറ്റ് ഡൗൺ ടൗൺ ആൻഡ് വാട്ടർഫ്രണ്ട് പദ്ധതിയുടെ നിർമ്മാണം ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കും. സന്ദർശകരുടെയും താമസക്കാരുടെയും ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതാണ് പദ്ധതി. $1.3 ബില്യൺ പദ്ധതിയുടെ ചെലവ് കണക്കാക്കിയത്. മസ്കറ്റിന്റെ മുഖമിനുക്കുന്നതാകും പദ്ധതിയെന്ന് ഭവന നഗരാസൂത്രണ മന്ത്രാലയം അറിയിച്ചു. 3.3 ദശലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുക. സഹ ഹദീദ് ആർക്കിടെക്റ്റാണ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിക്കുന്നത്. ബീച്ചുകളും കായിക സൗകര്യങ്ങളുള്ള വാട്ടർഫ്രണ്ട്, കനാൽ നടപ്പാത, കൾച്ചറൽ ക്വാർട്ടർ, മിനിസ്ട്രി ക്യാമ്പസ് എന്നിങ്ങനെ 5 പ്രധാന മേഖലകൾ ഇതിലുണ്ടാകും. ലക്ഷറി റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, ഹെൽത്ത് ആൻഡ് വെൽനസ് സൗകര്യങ്ങൾ, ഹോട്ടലുകൾ, റെസിഡൻഷ്യൽ സ്പേസുകൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബൈയിലെ സ്വകാര്യ സ്കൂളുകളിൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അറബി ഭാഷ നിർബന്ധമാക്കി. പുതിയ നിർദ്ദേശം ഇന്ത്യൻ സ്കൂളുകൾക്കും ബാധകം. സ്കൂളുകളിലും ബാലകേന്ദ്രങ്ങളിലും അറബി ഭാഷാ പഠനത്തിന് സൗകര്യമൊരുക്കാനുള്ള നിർദ്ദേശവുമായി ദുബായ് ഭരണകൂടം. ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. എമിറാത്തി സംസ്കാരം, ഭാഷാ പൈതൃകം എന്നിവയിൽ അഭിമാനബോധം വളർത്താൻ സഹായിക്കുന്ന തരത്തിൽ സ്കൂളുകളിലും സമൂഹത്തിലും അറബി ഭാഷാ ഉപയോഗം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. സെപ്റ്റംബറിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന സ്കൂളുകൾക്ക് 2025 സെപ്റ്റംബർ മുതലും ഏപ്രിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന സ്കൂളുകൾക്ക് 2026 ഏപ്രിൽ മുതലും മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. 2025 സെപ്റ്റംബർ മുതൽ ഘട്ടം ഘട്ടമായാണ് പുതിയ നയം നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ 4 മുതൽ 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അറബി ഭാഷാ വിദ്യാഭ്യാസം നിർബന്ധമാക്കും. കളിയെ അടിസ്ഥാനമാക്കിയുള്ളതും അന്വേഷണാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതുമായ രീതിയിലായിരിക്കും അറബി ഭാഷ ചെറുപ്രായത്തിലെ കുട്ടികളെ പഠിപ്പിക്കുക. സ്കൂളുകളും ബാല്യകാല കേന്ദ്രങ്ങളും അറബി അധ്യാപകർക്ക് ശരിയായ യോഗ്യതകളുണ്ടെന്നും അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രൊഫഷണൽ വികസനത്തിന് പിന്തുണ നൽകുന്നുണ്ടെന്നും ഉറപ്പാക്കണമെന്നും KHDA അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയുടെ 2ാമത്തെ ദേശീയ എയർലൈനായ റിയാദ് എയർ ഈ വർഷം അവസാനത്തോടെ സർവീസ് ആരംഭിക്കും. മിയാമിയിൽ നടന്ന പ്രയോറിറ്റി ഉച്ചകോടിയിലാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. സൗദിക്ക് അകത്തും പുറത്തും യാത്രക്കാരെ സ്വാഗതം ചെയ്യാൻ എയർലൈൻ തയ്യാറാണെന്ന് റിയാദ് എയർ CEO ടോണി ഡൗഗ്ലസ് പറഞ്ഞു. റിയാദ് എയറിന്റെ ഉദ്ഘാടന സർവീസ് എവിടേക്കാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. 2030-നകം മിഡിൽ ഈസ്റ്റിലെയും 6 ഭൂഖണ്ഡങ്ങളിലെയും 100 രാജ്യാന്തര നഗരങ്ങളിൽ സർവീസ് നടത്തുകയാണ് എയർലൈനിന്റെ ലക്ഷ്യം. പ്രീമിയം ഗ്ലോബൽ എയർലൈനായി മാറാൻ ലക്ഷ്യമിട്ട് LIV ഗോൾഫിന്റെ ആഗോള എയർലൈൻ പങ്കാളിയായുള്ള കരാർ ഉൾപ്പെടെ വൻ കരാറുകളിലാണ് കമ്പനി ഒപ്പുവെച്ചത്. സൗദി സന്ദർശിക്കാനെത്തുന്നവരുടെ എണ്ണം അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ രാജ്യത്തേക്കുള്ള ടൂറിസം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സർവീസ് പ്രയോജനപ്പെടുത്താനാണ് റിയാദ് എയർ കമ്പനി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന 22 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ അധികൃതരുടെ അന്വേഷണത്തിലാണ് നിയമലംഘനം പിടിക്കപ്പെട്ടത്. വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന 13 സ്റ്റോറുകൾ, 7 ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസ്, 2 പരസ്യ സ്ഥാപനങ്ങൾ എന്നിവ കുവൈറ്റിൽ അടച്ചുപൂട്ടി. ചെരുപ്പ്, ബാഗുകൾ, വാച്ചുകൾ തുടങ്ങി രാജ്യാന്തര കമ്പനികളുടെ വ്യാജ പതിപ്പുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് പൂട്ടുവീണത്. ആരോഗ്യ ഇൻഷുറൻസ് ചെറിയ തുകയ്ക്ക് ഓഫർ നൽകി കബളിപ്പിച്ച കമ്പനിയും പൂട്ടിട്ടവയിൽ ഉൾപ്പെടുന്നു. ചിലർ പണം നൽകിയെങ്കിലും ഹെൽത്ത് കാർഡ് പോലും ലഭിച്ചിരുന്നുള്ള പരാതി വ്യാപകമായുണ്ട്.
നിയമലംഘനങ്ങൾ വ്യാപകമായി നടക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ അധികൃതർ പരിശോധനയ്ക്കിറങ്ങിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.